ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ സെക്കൻഡ് ബ്രദറിന്റെ എൻഗേജ്മെന്റിന്റെ ഷോപ്പിംഗിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ബാബയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി. കോഴിക്കോടുള്ള ഹൽദി ബ്രൈഡിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ഡ്രസ്സ് എടുത്തത്. അപ്പോൾ അവിടുന്ന് ഡ്രസ്സൊക്കെ വാങ്ങി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ കോഴിക്കോടിൽ ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ റഹ്മത്തിൽ നിന്ന് ബിരിയാണി കഴിക്കാൻ പോയി. അവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. കുറച്ചധികം സമയം കാത്തു നിന്നിട്ടാണ് അവിടുന്ന് ഫുഡ് കിട്ടിയത്. ഫുഡ് കഴിച്ച് ഇറങ്ങി നോക്കുമ്പോൾ ഭയങ്കര മഴ. അപ്പോൾ ഞങ്ങൾ തബിക്കാനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കായിരുന്നു. തബിക്ക കാർ എവിടെയായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. നെക്സ്റ്റ് ഞങ്ങൾ പിന്നെ അവർക്ക് ചെരുപ്പും ബാഗും ഒക്കെ വാങ്ങാനായിട്ട് പോയി. ഇവിടെ വല്ല വിചാരിച്ച അത്ര കളക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ടൈം ഇല്ലാത്തത് കൊണ്ട് കിട്ടിയത് എടുത്തിട്ട് പോന്നു. ഇവരെ ഞങ്ങൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, വീഡിയോ കാണുന്നവർക്ക് എന്തായാലും ഇവരെ മനസ്സിലായിട്ടുണ്ടാവും. ചോക്ലേറ്റും ഹാമ്പറും ഒക്കെ വാങ്ങാൻ പിന്നെ ഞങ്ങൾ വലിയങ്ങാടിലേക്ക് പോയി. അപ്പം ആദ്യം തന്നെ ഒരു സോഡ കുടിച്ചിട്ട് തുടങ്ങാൻ ഞങ്ങൾ വിചാരിച്ചു. ഹാമ്പറും ചോക്ലേറ്റും ഒക്കെ ഞങ്ങൾ തന്നെ സെറ്റാക്കാന്ന് വിചാരിച്ചു. പിന്നെ അതിന്റെ മേലത്തുള്ള അലർച്ചേറെ പരിപാടിയാണ് ഞങ്ങൾ പുറത്ത് കൊടുത്തത്. ചോക്കോ ഫാക്ടറിന്നായിരുന്നു ഞങ്ങൾ ഡേറ്റ്സും ചോക്ലേറ്റും നട്ട്സും ഒക്കെ വാങ്ങിച്ചത്. അടിപൊളി സർവീസ് ആയിരുന്നു അവിടെ. അലക്കാന്റെ പിസ്തകട അറിയാത്ത കോഴിക്കോട്ടാറുണ്ടാവില്ല. ഇവിടെ 3 സ്പെഷ്യൽ ഐറ്റംസ് ആണുള്ളത്. 20 രൂപയ്ക്ക് ഭയങ്കര വർത്ത് ആയിട്ടുള്ളതാണ്. അപ്പൊ എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. അവിടെ ഞങ്ങൾ നേരെ ഹൈലൈറ്റിൽ വിട്ടു ബാത്ത് ആൻഡ് ബോഡി വാങ്ങിക്കാൻ. അതും കൂടി ഹാമ്പറിൽ ഉൾപ്പെടുത്തണമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് അതൊക്കെ വാങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ചപ്പോഴാണ് പിന്നെ ഹോസ്റ്റലിൽ നിന്ന് ചങ്ങായിമാരെ വിളി വരുന്നത്. നാട്ടിൽ പോയാൽ ഇത് സാധാരണ ഉണ്ടതാണ്. ആരാ നാട്ടിൽ പോയത് അവരെന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ ഇതിന് പറഞ്ഞത് ഫ്രൂട്ട്സ് കൊണ്ടുവരണമാണ്. അപ്പോൾ ഉമ്മ ഫ്രൂട്ട്സ് ഒക്കെ തപ്പിയെടുത്ത് ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി. പിന്നെ ഞങ്ങളുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ശരി, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.